നമ്മുടെ ഈ കഥ എന്നേക്കും ജാലിക്കെട്ടിലെ കാക്കക്കൂട്ടത്തെ പോലെ സുന്ദരമായിരുന്ന കുടുംബം വിളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പോഴന്മാരെ കുറിച്ചുള്ളതല്ല. മറിച്ച് സമുദ്രയുടെ കുടുംബത്തിനകത്ത് പാടത്തെ തവളയും പോലെ കുത്തിയിരിക്കുന്ന അതിബുദ്ധിമാന്മാരും ശാന്തരീരവും സർവോപരി തൊഴിലേഖകരുമായ ഒരു കുടുംബത്തെ കുറിച്ചാണ്. അതെ, ഞങ്ങൾ അവതരിപ്പിക്കുന്നു അവസ്ഥാന്തരങ്ങൾ അഥവാ ഒരു ബിരുദാനന്തര ബിരുദ ജീവിത കഥ. ഓടി നടന്നു വലഞ്ഞൊരു കൂട്ടം പാണ്ടൊരു നാളിൽ ഒന്നിന വന്നു ബിരുദാനന്തര ബിരുദമെടുക്കാൻ. ഒന്നാം നാളിൽ ഹോസ്റ്റൽ കണ്ടു, പിന്നിൽ ലേഡീസ് ഹോസ്റ്റൽ കണ്ടു. നടന്നതുപോലെ ഇനി അങ്ങോട്ട് നടന്നാ പോരാ. നിന്നു പഠിച്ചു, ഇരുന്നു പഠിച്ചു, പിന്നെ മൂന്നിൻ്റെ അന്ന് ഉറങ്ങി മറിച്ചു. ലൈബ്രറി കൂട്ടി വരുന്ന കേളികൾ സിരിചിരികൾ കുത്തിമറിച്ചവർ ആഴ്ചയ്ക്കന്ത്യം റൂമിൽ മൂലയിൽ ആപ്പിനുള്ളിൽ കുത്തിയിരുന്നു. കിടക്കതും 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 തീർന്നില്ല. നാളത്തെ എക്സാമിന്റെ ടെക്സ്റ്റ് ബുക്കുകളുണ്ടോ കയ്യില്? എന്റെ ഭഗവാന്, ഇത്രയും പോകുന്ന കേക്ക് ഉണ്ടെങ്കിൽ പോയിപ്പോ തിന്നാ തീരൂലല്ലേ. സീരീസ് എക്സാം പൂരം പോലെ പൊട്ടി തീർന്നോടിയും. സീരീസ് എക്സാം പൂരം പോലെ പൊട്ടി തീർന്നു. സെമിനാറും ഒരു പേപ്പർ പറപറ സീസിയിലാകെ പറന്നു നടന്നു. ഈ ദുഃഖത്തിനിടയിലും അവരുടെ ഏക ആശ്വാസം പക്ഷി നിരീക്ഷണം മാത്രമായിരുന്നു. നോക്കുന്നുണ്ടേ, അങ്ങനെ അങ്ങനെ ഒന്നാം കൊല്ലം ഒരു പരുവത്തിൽ പപ്പടമാക്കി. മൂന്നാം സെമ്മിന് ഫീസ് കൊടുക്കാൻ 50 കാലം കൈകളിലില്ല. കിണക്കതും 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 തെണ്ടി നടന്നു വലഞ്ഞു മറിഞ്ഞവർ. തെണ്ടി 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 നടന്നു വലഞ്ഞു മറിഞ്ഞവർ കുടുക്കയുടച്ചു പഠിച്ചു പെറുക്കി. സീനിയർ ചെയ്തൊരു പ്രൊജക്ട് ഒരെണ്ണം പേരതു മാറ്റി നയിച്ചു തുടങ്ങി. ഗൈഡിനെ വേണം, ഗൈഡിനെ വേണം. മുന്നിൽ കണ്ടൊരു സാറിനു പിന്നിൽ ഇങ്ങനെ ഇങ്ങനെ നടന്നു. രണ്ടാം ദിവസം അങ്ങനെ ഭണ്ഡാരം മുടങ്ങി തുടങ്ങുകയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ പട്ടിണിക്കാലത്ത് അവർക്കൊരു ഷോർട്ട് ഫിലിം പിടിക്കാനുള്ള ബുദ്ധി തോന്നിയത്. വിനാശകാലേ ഭണ്ഡാര ബുദ്ധി. എന്തല്ല വീട്ടിൽ ഓർമ്മ ഒന്നുമില്ല. അതിന് ബന്ധപ്പെടണ്ടായ അത് ഊളച്ചായ കൊണ്ടാവാനായിട്ട് എന്തിട്ടാണ് ആകെ 5 രൂപയ്ക്ക് മേടിച്ച ചായ. അതങ്ങനെ എന്നിട്ട് ചെയ്യും. അതല്ല ഞാൻ ആലോചിക്കായിരുന്നു, നമുക്കൊരു ഷോർട്ട് ഫിലിം പിടിച്ചാലല്ല. ഇന്നിപ്പോ ഉച്ച പറയില്ലേ, തിങ്കളാഴ്ച
ഓണക്കായിരുന്നു ഞാൻ കാര്യമായിട്ട് പറഞ്ഞിട്ട് നമ്മുടെ ക്രിയേറ്റീവ് എനർജി ഇങ്ങനെ വെറുതെ ഇരുന്ന് പാഴക്കണം. എനിക്ക് പ്രാന്തണ്ട പറയാൻ അതിൻ്റെ ഒരു കീറിയ 10 റുപ്യൻ്റെങ്കിലും നോട്ടുണ്ടാ ഇതിനൊക്കെ കാശ് വേണം, ക്യാമറ വേണം, പ്രൊഡ്യൂസർ വേണം, ചിലരെ കല്യാണം പോയേ പ്രൊഡ്യൂസർ, ക്യാഷ്, ക്യാമറ അല്ല ഇത് നോക്കി കൂടുതൽ മുമ്പിൻ്റെ പിന്നാലെ പോകണ്ട. ഷോർട്ടായിട്ടൊരു പടം പിടിക്കാൻ വിശന്ന് നേരം മഞ്ഞു തിന്നാൻ ക്യാമറ കയ്യിലെ ചാക്കിലെടുത്തു. ഡയറക്ടർ വേണം നമ്മുടെ ലോക്കൽ മോഡൽ ഇങ്ങനെ ഓതി. സ്ക്രിപ്റ്റ് നല്ലതാണെങ്കിൽ നമുക്ക് ചെയ്യാം. എനിക്ക് പറ്റില്ലെങ്കിൽ കേട്ടോ വേറെ തപ്പോ. അതല്ല, സ്ക്രിപ്റ്റ് മോശമാണെങ്കിൽ നമുക്ക് ചെയ്യാം. നമ്മളൊരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു, പരിപാടി കേട്ടാ സാധനം പോച്ചു കൂടാനാണ്. അങ്ങനെയെങ്കിൽ അങ്ങനെ. പക്ഷേ നമ്മുടെ പാടും പേരാണ് കിടണം. മോഡലായി നോക്കിയ അതുകൊണ്ട് നമ്മളൊക്കെ തന്നെ ഇരുന്ന് കണ്ട് നമ്മളൊക്കെ തന്നെ പറഞ്ഞാൽ മതി, ഇതുപോലൊരു കീട്ടിലെ സാധനം വേറില്ല. അങ്ങനെ അങ്ങനെ അന്നു തൽക്കവർ കണ്ണിൽ കുഴലു പിടിച്ചിട്ടുഴല് തുടങ്ങി. കോളേജിൽ നടുമുറ്റത്തൊരു സീനു പിടിക്കാനോടും നേരം, കോളേജിൽ നടുമുറ്റത്തൊരു സീനു പിടിക്കാനോടും നേരം. ഈ ഷോട്ട് നമുക്ക് അത് വേണം, നമുക്കത് ഇങ്ങനെ 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 അത് കൊള്ളാം. അതാ ഫ്രെയിം കേട്ടിരിക്കുന്നത്. ഞാൻ അവിടെ ഇവിടെ കണ്ടു മറന്നോണല്ലോ. അതിന് ഗൈഡാട്ടാ നാളെ പ്രസന്റേഷൻ. ഗേറ്റിനെ കണ്ടിട്ടോടും വഴിയവൻ പ്രൊജക്ട് ചെയ്തു മറിക്കും ഒരു ശബ്ദമെടുത്തു. അങ്ങനെ ലാബിന് മുന്നിൽ നോക്കിയിരിക്കും നേരം അവിടെ ഒരു ബ്ലും 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 ബ്ലും. ഈ സുക്കർ മകന് കാര്യം എടുത്ത് പറ്റും, ഒരു കാര്യം സമ്മതിക്കൂല. കുറെ കഴിഞ്ഞിട്ട് അപ്പുറമുള്ളവൻ പ്രൊജക്ട് തീർന്നത് പറഞ്ഞ നേരം ചാറ്റി ചാറ്റിയിരുന്നവനയ്യോ ഉള്ളിൽ പൊട്ടി കരഞ്ഞുപോയി. നിന്റെ കഴിഞ്ഞ എന്ത് കഴിഞ്ഞു? ഞാനേ ഇതൊരു ബോംബിക്ക വാവാണെന്നുണ്ടായിരുന്നു. അങ്ങനെ പോയൊരു 10-ാം മാസം അപ്പാർട്ട്മെന്റിൽ കുത്തിയിരിക്കേതും കിണക്കതും കിണക്കതും തും കിണക്കതും കിണക്കതും. നോക്കണേ, നമ്മൾ അന്ന് പിന്നെ കോഴി ഒരു 10 മണിക്ക് പോകുന്നത് മാവിന്റെ തന്ത. അങ്ങനെ അല്ല, എന്തിനാണ്ട രാവിലെ എണീറ്റ് വേണം അങ്ങോട്ടെത്തി നോക്കിയിരുന്നേ? അവര് മെഗാ ഹൗസിലേക്ക് മാറിയത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ മാറും. നമ്മുടെ ചെക്കനല്ല വരുന്നത്. ഇന്റർകടി 25,000-ന്റെ പണിക്ക് പോയി. എന്തൊക്കെയായിരുന്നു, എവിടെ ജോലി വേണ്ടേ, ഇവിടെ തന്നാ വാങ്ങിക്കോ, അവന്റെ അമ്മൂമ്മനെ കെട്ടിക്കോ. അവസാനം റിസൾട്ട് വന്നപ്പോ അവന്മാർക്ക് നമ്മുടെ മുത്തിനെ 25,000 രൂപ. കോലുമായി കോഹ്ലി കടുവകൾ കങ്കാരുക്കളെ തിന്നു. ഭഗവാനെ, ഇന്ത്യ ഓസ്ട്രേലിയ തോപ്പിച്ചു എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്.
അറിഞ്ഞില്ലേ? നമ്മുടെ ചെക്കൻ 70 ലക്ഷം അടിച്ചു. കാര്യമായിക്കൂടെ അല്ല ആണെന്ന് ഒന്ന് പോവാതെ നമ്മുടെ ചെക്കന് ഗൂഗിൾ പ്ലേസ്മെന്റ് കിട്ടേ. വർഷം 70 ലക്ഷം ശമ്പളം. ബസ് എത്ര? അത് കളയടേ. അല്ല ഇന്നാണ് ക്ലാസ്സിൽ പോകുന്നില്ലേ? ഇന്ന് ഗാന്ധിയന്റെയാണ്. തന്നെ DJ ഉണ്ടോടേ? ഉണ്ട്. ഇല്ലേ? എവിടുത്തെ ആരുടെ? ഏഴുവഴിയില്ല ഒരിക്കലും ബിരുദാനന്തര ബിരുദ ചരിത്രം കത്തണിടും മുമ്പേ ഞങ്ങൾ ഈ വഴി ഇങ്ങനെ പോകും നേടോ. ഇത്തരത്തിലുള്ള ഒരുപാട് മൂക്കിക്ക് പോവാം. ജീവിതത്തിൽ